Good morning. In the last few classes, we have discussed the basics of electronics. What is a semiconductor? What is an intrinsic semiconductor? Then extrinsic semiconductors, that is N-type and P-type semiconductors. And what happens when an N-type semiconductor and P-type semiconductors join together to form a PN junction? And then what is a PN junction diode? What are the biasing conditions of a PN junction diode? And how a diode conducts during the two methods of biasing. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. And today in this class we will be discussing the principle of a half-wave rectifier. So rectifier, as you know, is a device, is an electronic device which is used to convert an alternating current, that is AC, to a direct current DC. Alternating current is converted into direct current using a rectifier. So this is achieved by using a diode or group of diodes. Depending upon the number of diodes used for converting the AC to DC, we have half-wave and full-wave rectifiers. So half-wave rectifier, as the name suggests, rectifies only one half of the input AC signal. Whereas in the case of a full-wave rectifier, which uses more than one diode, maybe 2 or 4, it converts an AC voltage to a DC with the full AC is converted into DC using a full wave rectifier. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഒരു AC സിഗ്നലിൻ്റെ ഒരു പകുതിയെ മാത്രം, അതായത് ഒരു ഹാഫിനെ മാത്രം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് half-wave rectifier. Usually a half-wave rectifier is constructed using a single diode. ഇതാണ് ഒരു half-wave rectifierന്റെ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. So there are three main parts for this, and a transformer which is used to give the input to the diode, then this diode, then a resistive load. So here the input is an AC voltage and the output is DC. DC in the sense direct current പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. പക്ഷേ ഇവിടെ ഇറ്റ് ഇസ് നോൺ ആസ് DC ബിക്കോസ് ദർ ഇസ് നോ നെഗറ്റീവ് വേരിയേഷൻ അല്ലേ. എ സിയിൽ പോസിറ്റീവ് ഹാഫ് ഉണ്ട്, നെഗറ്റീവ് ഹാഫ് ഉണ്ട്. ഈ നെഗറ്റീവ് ഹാഫ് ഇല്ലാത്തതുകൊണ്ടാണ് വി ആർ കോളിംഗ് ഇറ്റ് ആസ് DC. പക്ഷേ ഇത് റിപ്പിൾഡ് DC എന്ന് പറയാം. ഡയറക്റ്റ് കറണ്ടിന് യൂഷ്വലി ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് ഉള്ളതെങ്കിൽ ഇവിടെ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് അല്ല, ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ 0 മുതൽ വേരി ചെയ്യുന്ന ഒരു DC ആണ് കിട്ടുക. അതായത് ഇപ്പോൾ ഇവിടെ 0 ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിയർ ദ വോൾട്ടേജ് 0, ഹിയർ ദെൻ ഇറ്റ് ഗോസ് ഓൺ ഇൻക്രീസിങ്, റീച്ചസ് എ മാക്സിമം വാല്യൂ, ദെൻ ഡിക്രീസസ് ആൻഡ് അഗെയിൻ ബിക്കമിങ് 0. പക്ഷേ ഈ നെഗറ്റീവ് ഹാഫ് ഇല്ലാത്തത് കാരണം ഇത് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് അല്ല, ഡയറക്റ്റ് ആണെന്ന് പറയാം. പക്ഷേ ഇറ്റ് ഇസ് എ റിപ്പിൾഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ ഇസ് ഡിഫൈൻഡ് എസ് എ ടൈപ്പ് ഓഫ് റെക്ടിഫയർ ദാറ്റ് ഓൺലി അലൗസ് വൺ ഹാഫ് സൈക്കിൾ ഓഫ് ദ AC വോൾട്ടേജ് വേവ് ഫോം ടു പാസ്, ബ്ലോക്കിംഗ് ദ അതർ ഹാഫ് സൈക്കിൾ. ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് AC voltage to DC voltage and only require a single diode to construct. A complete half wave rectifier circuit consists of three main parts. ഞാൻ പറഞ്ഞതുപോലെ ട്രാൻസ്ഫോമർ ഉണ്ടാവും, റെസിസ്റ്റീവ് ലോഡ് ഉണ്ടാവും, ഡയോഡ് ഉണ്ടാവും. ഇനി ഇതിനെങ്ങനെയാണ് ഇത് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം, ഒരു AC എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് ഹാഫ്, ഈ ഭാഗം ആദ്യം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും, പിന്നെ ഒരു ഹാഫ് ഓഫ് ദ പീരീഡ് കഴിയുമ്പോൾ അത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇപ്പോൾ ഇവിടെ നമ്മളൊരു 100 വോൾട്ട് ആണ് ഇൻപുട്ട് എന്ന് വിചാരിക്കുക. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമുക്കിത് 10 വോൾട്ടോ 6 വോൾട്ടോ 10 വോൾട്ടോ ആക്കി എന്ന് വിചാരിക്കാം. ഈ 10 വോൾട്ടാണ് ഡയോഡിലേക്ക് വരുന്നത്. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് ലെറ്റ് us assume that this end is positive and this end is negative. Then ഇവിടെ നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഓക്കെ. ഇപ്പോൾ നോക്കൂ, ഈ കണ്ടീഷനിൽ ഇവിടെ പോസിറ്റീവ് ഓഫ് the batteries, this is equivalent to connecting the positive of the battery to positive of the diode. ഡയോഡിന്റെ സിമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി ഇസ് കണക്റ്റഡ് ടു, ഇറ്റ് ഇസ് ഇക്വിവലന്റ് ടു കണക്ടിങ് ദ പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി ടു ദ പോസിറ്റീവ് ഓഫ് ദ ഡയോഡ്. സോ ദ ഡയോഡ് ഇസ് ഫോർവേഡ് ബൈസ്ഡ്. ഡയോഡ് ഫോർവേഡ് ബൈസ്ഡ് ആകുമ്പോൾ എന്താ, ഡയോഡ് കണ്ടക്റ്റീവ്.
അപ്പം ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ ഇത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനെ അക്രോസ്, ഈ റെസിസ്റ്റീവ് ലോഡിനെ അക്രോസ് ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്റീവ് ലോഡ് കൂടെ കറണ്ട് പാസ് ചെയ്യും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ പോസിറ്റീവ് ഹാഫ് ഔട്ട്പുട്ടിൽ ഉണ്ടാവും. ഇനി എന്ത് ചെയ്യും, ഒരു ഹാഫ് സൈക്കിൾ കഴിഞ്ഞാൽ ഇത് പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. ഇൻപുട്ടിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും, നെഗറ്റീവ് ആവും. അപ്പോൾ എന്തുണ്ടാവും, ഇത് പോസിറ്റീവ് മാറിയിട്ട് നെഗറ്റീവ് ആവും. ഓക്കെ, നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്. അപ്പോൾ നോക്കൂ, ഇറ്റ് ഈസ് ഇക്വിവലന്റ് ടു കണക്ടിങ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ടു ദ പോസിറ്റീവ് ഓഫ് ദ ഡയോഡ്. ഈ കണ്ടീഷനാണ് നമ്മൾ റിവേഴ്സ് ബയസ് എന്ന് പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റിവേഴ്സ് ബയസിൽ ഡയോഡ് വിൽ നോട്ട് കണ്ടക്ട്. അപ്പോൾ എന്തുണ്ടാവുക, ഈ നെഗറ്റീവ് ഹാഫിനെ കണ്ടക്ട് ചെയ്യാൻ ഡയോഡിന് പറ്റില്ല. അപ്പം നമ്മൾ ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആ നെഗറ്റീവ് പാർട്ട് ഉണ്ടാവില്ല. അവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്, അതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. റിവേഴ്സ് ബയസ് ആയത് കാരണം ഈ റെസിസ്റ്റീവ് ലോഡ് കൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഈ റെസിസ്റ്റീവ് ലോഡിന് നെയിം ഇറ്റ് ആസ് RL. ഈ RL കൂടെ കറണ്ട് ഒന്നും പാസ് ചെയ്യില്ല. അപ്പം ആ പാർട്ട് ഉണ്ടാവില്ല. പിന്നെ എഗെയിൻ നമ്മൾ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പോസിറ്റീവ് ഹാഫ് നെഗറ്റീവ് ഹാഫ് ഇങ്ങനെ പോകും. അപ്പോൾ അടുത്തത് ഈ നെഗറ്റീവ് ഹാഫ് കഴിഞ്ഞിട്ട് എന്ത് വരും, അടുത്ത പോസിറ്റീവ് ഹാഫ് കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് ഉണ്ടാവില്ല. അപ്പം ഈ ഓൾ ടുഗെദർ നമുക്ക് എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക, ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടും. അതായത് ആദ്യത്തെ പോസിറ്റീവ് ഹാഫ്, പിന്നെ നെഗറ്റീവ് ഹാഫ് ഇല്ല, പിന്നെ അടുത്ത ഹാഫ് സൈക്കിൾ കഴിഞ്ഞാൽ പിന്നെയും പോസിറ്റീവ് ആവും, പിന്നെയും പോസിറ്റീവ് ആവും. ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. സോ ദിസ് ഇസ് എ റിപ്പിൾഡ് DC, or we are getting a rippled DC in the output. ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഇതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചതായിരിക്കും. സോ ഫസ്റ്റ് high AC voltage is applied to the primary side of the step down transformer, and we will get a low voltage at the secondary winding, which will be applied to the diode. During the positive half cycle of the AC voltage, the diode will be forward biased and the current flows through the diode. During the negative half cycle of the AC voltage, the diode will be reverse biased and the flow of current will be blocked. The final output voltage waveform on the secondary side is as shown in figure. നേരത്തെ കാണിച്ച ഫിഗറിലുള്ളതുപോലെ ആയിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. നമുക്ക് ഈ റെക്ടിഫയർ എത്രത്തോളം റെക്ടിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നല്ല പ്യുവർ DC ആണെന്നൊക്കെ കാണിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. Let us concentrate on those terms. First one is efficiency, then ripple factor. ഇത് രണ്ടുമാണ് ഒരു റെക്ടിഫയറിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്, PIV റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള, അതെന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് us see വാട്ട് ഇസ് ദ എഫിഷ്യൻസി ഓഫ് എ റെക്ടിഫയർ. നമ്മുടെ ഈ കേസിൽ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എന്താന്ന് നോക്കാം. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഇറ്റ് ഇസ് എഫിഷ്യന്റ്. എന്തിന്? ഇറ്റ് ഇസ് കൺവേർട്ടിംഗ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് യൂസ് ടു കൺവേർട്ട് AC ടു DC. അപ്പം ഈ റെക്ടിഫയർ എത്രത്തോളം എഫിഷ്യന്റ് ആണ് AC-യെ DC ആക്കി കൺവേർട്ട് ചെയ്യാൻ, അതാണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ എഴുതിയ തെറ്റിയിട്ടുണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ the DC power output to, it is the ratio of DC power output to AC power input. നമ്മൾ കൊടുക്കുന്ന AC-യെ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് ഈ റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നു, ആ റേഷ്യോനാണ് എഫിഷ്യൻസി എന്ന് പറയാം. സോ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു പവർ, ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ DC പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ടിലുള്ള AC പവർ, PDC ഡിവൈഡ് ബൈ PAC. നമുക്കിത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആൻഡ് വെൻ യു കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി, യു ക്യാൻ സീ ദാറ്റ് ദ എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ഇസ് 40.6% ഓൺലി. അതായത് നമ്മളുടെ ഇൻപുട്ടിന്റെ അറൌണ്ട് 41% മാത്രമേ ഉള്ളൂ എഫിഷ്യൻസി തരാൻ ഈ ഹാഫ് വേവ് റെക്ടിഫയറിന് പറ്റുള്ളൂ. അത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം എങ്ങനെയാണ് ഈ 40.6 കിട്ടുന്നതെന്നുള്ളത്. മാക്സിമം എഫിഷ്യൻസിയാണ് പറയുന്നത് 40.6%. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് ആൻ ദ ഇൻപുട്ട്, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് AC, അല്ലെങ്കിൽ AC ഇൻപുട്ടാണ് കൊടുക്കുന്നത്. സോ ദ AC വോൾട്ടേജ്, AC ഇൻപുട്ട് വോൾട്ടേജ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദിസ് ഫോർമുല. V is equal to Vm sin omega t, where Vm is the maximum value of AC വോൾട്ടേജ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് AC വോൾട്ടേജ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഓരോ ടൈമിലും AC വോൾട്ടേജ്, അവിടെയാണ് നമ്മൾ വോൾട്ടേജ്, ദിസ് ഇസ് എക്സ് ആക്സിൽ ടൈം ആണെങ്കിൽ ഓരോ ഇൻസ്റ്റന്റിലും വോൾട്ടേജിന്റെ വാല്യൂ വ്യത്യാസമായിരിക്കും. സോ ടൈം വേരിയിങ് ഫീൽഡ്, അതുകൊണ്ടാണ് V is equal to Vm sin omega t എന്ന് പറയുന്നത്. ആൻഡ് ദ മാക്സിമം വാല്യൂസ്, ഇതിനാണ് നമ്മൾ VM, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് VM ആണ്. സോ
V is equal to Vm sin omega t be the applied alternating voltage. Now let RF and RL be the diode resistance and load resistance. RF എന്ന് പറയുന്നത് വളരെ ചെറിയ അതായത് ഏതൊരു ഇലക്ട്രിക്കൽ ഡിവൈസിനും വളരെ ചെറിയൊരു റെസിസ്റ്റൻസ് അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും ഈവൺ ഇഫ് ഇറ്റ് ഇസ് ഫോർവേഡ് ബയസ്ഡ്. ഈ RF എന്ന് പറയുന്നത് സ്മോൾ ഫോർവേഡ് ബയസ് ഓഫ് ദ ഡയോഡ് ആൻഡ് RL be the load resistance. ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ കാണിച്ച ഇതാണ് RL. ദിസ് ഇസ് RL and this is the ഇതിന് across ഉള്ള ചെറിയ റെസിസ്റ്റൻസ് ആണ് RF എന്ന് പറയുന്നത്. Okay, so RF and RL are the forward resistance and load resistance. Now DC power output എങ്ങനെ കാണാം? പവർ കാണണമെങ്കിൽ I square R ആണ്. അപ്പോൾ ഔട്ട്പുട്ടിലെ DC പവർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിലെ കറണ്ട് ഏതാണ്? DC കറണ്ട് ആണ്. സോ ഔട്ട്പുട്ടിലെ DC പവർ എന്ന് പറയുന്നത് IDC സ്ക്വയർ ഇൻറ്റു RL. ഇനി ഇൻപുട്ടിലെ AC പവറോ? ഇൻപുട്ടിൽ കൊടുക്കുന്നത് നമ്മൾ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എങ്ങനെ കറണ്ട് റെപ്രസെന്റ് ചെയ്യും? ഇതിലെ കറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾസോ അഗെയിൻ ടൈം വേരിയിങ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് RMS വാല്യൂ ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് AC-ന്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്ന ആവറേജ് വാല്യൂ വെറുതെ ആവറേജ് എടുത്താൽ 0 ആയിരിക്കും. കാരണം പോസിറ്റീവ് കറണ്ടിന് ഇക്വിവലന്റ് ആയിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള നെഗറ്റീവ് കറണ്ട് ഉണ്ട്. അപ്പോൾ വെറുതെ ആവറേജ് എടുത്താൽ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ AC-ന്റെ ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ RMS വാല്യൂ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. അപ്പം അതായിരിക്കും ഇൻപുട്ടിലെ AC കറണ്ട്. സോ IRMS സ്ക്വയർ ഇൻറ്റു ആ ഇൻപുട്ടിലെ AC കറണ്ട് നമ്മൾ ടോട്ടൽ ഏതൊക്കെ ഇക്വിവലന്റ് റെസിസ്റ്റൻസ് കൂടെ പോകുന്നുണ്ട് ഈ കറണ്ട്, അതായത് ഇതാണ് ഇവിടെ വരുന്ന കൊടുക്കുന്ന കറണ്ട് IRMS. ഈ IRMS ടോട്ടൽ ഏതൊക്കെ റെസിസ്റ്റൻസിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്? ഈ RF-ഉം RL-ഉം സീരീസിലാണ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് ഇസ് RF പ്ലസ് RL, where this RF is very small compared to RL. So the input AC power is IRMS square into RF plus RL, total resistance. പക്ഷെ നേരെ മറിച്ച് ഔട്ട്പുട്ടിലെ പവർ കാണണമെങ്കിൽ ഔട്ട്പുട്ടിലെ കറണ്ട് DC ആണ്. അത് ഏത് റെസിസ്റ്റൻസ് കൂടെയാണ് പാസ് ചെയ്യുന്നത്? RL കൂടെ മാത്രമാണ്. സോ ഔട്ട്പുട്ട് DC പവർ ഇസ് IDC സ്ക്വയർ ഇൻറ്റു RL. ഇൻപുട്ട് AC പവർ ഇസ് IRMS സ്ക്വയർ ഇൻറ്റു RL പ്ലസ് RF. Therefore, efficiency can be written as, efficiency in the formula നമ്മൾ പറഞ്ഞു, efficiency is eta is equal to output DC power DC divided by input AC power. അല്ലേ? അപ്പോൾ എന്ത് വരും? ഔട്ട്പുട്ട് AC power as IDC square into RL divided by IRMS square into RL plus RF. ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ IDC-ൻ്റെ വാല്യൂം IRMS വാല്യൂ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഇത് കാണാം. DC പവർ ഔട്ട്പുട്ട് കാണാം. അതിന് വേണ്ടിയിട്ട് IDC കണ്ടുപിടിക്കണം. IDC എങ്ങനെ കാണാൻ നോക്കാം. സിൻസ് ദ ഔട്ട്പുട്ട് കറണ്ട് ഇസ് പൾസേറ്റിംഗ്, വി ഹാവ് ടു ഫൈൻഡ് ദ ആവറേജ് കറണ്ട്. ഇവിടെ മിസ്സായി പോയതാണ്. ആവറേജ് കറണ്ട് ഫോർ ഡിറ്റർമിനിങ് ദ DC പവർ. അപ്പം IDC എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, IDC എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു സാധാരണ ഒരു ഡയറക്റ്റ് കറണ്ട് പോലെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല. സാധാരണ ഡയറക്റ്റ് കറണ്ട് ബാറ്ററിൻ്റെ ഒക്കെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 2 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എങ്കിൽ ടൈം ആണെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഔട്ട്പുട്ട് അങ്ങനെയല്ല. ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് പൾസേറ്റിംഗ് ഔട്ട്പുട്ടാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ കറണ്ടും പൾസേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ DC എത്ര കറണ്ട് ഈ വോൾട്ടേജ് കൊണ്ട് ഉണ്ടാവുന്ന RL അക്രോസ് ഉണ്ടാവുന്ന കറണ്ട് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു ആവറേജ് വാല്യൂ എടുക്കണം. അതായിരിക്കും IDC. സോ I average is equal to IDC. ഇതിന്റെ ആവറേജ് വാല്യൂ എങ്ങനെ കാണാം നോക്കൂ. അപ്പം ഇതൊരു ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ വരുന്നത്? ഇതും കൂടെ വന്നാലാണ് ഒരു ഫുൾ സൈക്കിൾ ആവുക. ഇതിന്റെ ആവറേജ് വാല്യൂ കാണണമെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള എല്ലാ വാല്യൂയും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലേ? അപ്പോൾ IDC എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ളത് എല്ലാം കൂടെ ആഡ് ചെയ്യുക പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റന്റേനിയസ് കറണ്ടും ആഡ് ചെയ്യുക. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയുകയാണെങ്കിൽ 0 to ഇത് ടോട്ടൽ പീരീഡ് ആണ്. ഇത് ടൈം ഇസ് 0, ദിസ് ടൈം ഇസ് ക്യാപിറ്റൽ T ആൻഡ് ദിസ് ടൈം ഇസ് ക്യാപിറ്റൽ T/2. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ടോട്ടൽ കറണ്ട് ഇസ് ഇന്റഗ്രൽ 0 to T/2 ഇൻസ്റ്റന്റേനിയസ് വാല്യൂ പ്ലസ് T/2 to T എത്രയാ? 0 ആണ്. കറണ്ട് ഇല്ല. കാരണം ആ ഹാഫിന് നമ്മൾ മുഴുവനായിട്ട് പോകുന്നു. കറണ്ട് ഇല്ല, 0. അപ്പോൾ ഇത് ടോട്ടൽ കറണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ത് വരും? ഇന്റഗ്രൽ
0 to t dt അല്ലേ? ഇത് മുതൽ ഇതുവരെയുള്ള ടോട്ടൽ ടൈമിൽ ഇവിടെ നമ്മൾ കറണ്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കറണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻ്റഗ്രൽ 0 to t dt എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഫുൾ പീരീഡിലുള്ള ടോട്ടൽ ടൈം ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ക്യാപിറ്റൽ ടി അല്ലേ? ടോട്ടൽ പീരീഡ് ആണ് കിട്ടുക. സോ ഐ ഡി സി ഇസ് ഈക്വൽ ടു ഐ ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t/2 ഐ ഡി ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി വരും. ഇനി നോക്കൂ, നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. അപ്പം അതായത് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു Vm സൈൻ ഒമേഗ ടി. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് കറണ്ടിനാണ് നമ്മൾ സ്മോൾ ഐ എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഐ ഇസ് ഈക്വൽ ടു IM ഇൻറ്റു സൈൻ ഒമേഗ ടി ആയിരിക്കും അല്ലേ? അപ്പം ഇതെങ്ങനെ കാണാം? IM എന്ന് പറയുന്നത് IM ഇസ് ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്, ദാറ്റ് ഇസ് RF പ്ലസ് RL ഇൻറ്റു സൈൻ ഒമേഗ ടി. സോ IDC is equal to എന്ത് വരും? IDC is equal to 1/t, ഇവിടെയുള്ള 1/t 0 to t/2 VM sin ഒമേഗ ടി ഡിവൈഡഡ് ബൈ RF പ്ലസ് RL ഇൻറ്റു dt. ഈ VM ബൈ RF പ്ലസ് RL കോൺസ്റ്റൻസ് ആണ്, പുറത്തെടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ t ഇൻറ്റു RF പ്ലസ് RL ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t/2 sin ഒമേഗ ടി dt. ഓക്കെ, so this is equal to sin omega t integrate ചെയ്യാൻ എന്ത് എഴുതാം? sin omega t നെ integrate ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ, ലിമിറ്റ്സ് കൊടുക്കുക 0 to t/2. അപ്പോൾ this is equal to IDC is equal to VM divided by t into RF plus RL, പിന്നെന്താണ് മൈനസ് 1/ω ഇൻറ്റു അല്ലേ? അപ്പം മൈനസ് ഇടുക ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ആദ്യം ടിക്ക് t/2 അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് കോസ് 0. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് VM ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2π/t ഇൻറ്റു ടി ഇൻറ്റു RF പ്ലസ് RL ഇൻറ്റു കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗയ്ക്ക് അഗെയിൻ എന്ത് കൊടുക്കാം? 2π/t അല്ലേ? അപ്പോൾ 2π/t കൊടുത്താൽ ഇവിടെ t ക്യാൻസൽ ചെയ്ത് പോവും, 2 ക്യാൻസൽ ചെയ്ത് പോവും. കോസ് പൈ മൈനസ് കോസ് 0 ഇസ് 1. കോസ് പൈ എന്ന് പറഞ്ഞാൽ എന്താ? -1. -1 വരും. അപ്പോൾ എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു ഈ -2 മൈനസും പോവും. അപ്പോൾ VM കോസ് പൈ -1 ഇസ് -1 -2 വന്നു. ആ മൈനസ് പോയി. പിന്നെ 2 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു RL പ്ലസ് RF. അപ്പോൾ VM ബൈ പൈ ഇൻറ്റു RL പ്ലസ് RF. ഇനി VM ബൈ പൈ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് VM ബൈ RL പ്ലസ് RF എന്ന് പറഞ്ഞാൽ IM ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു IM ബൈ പൈ വരും. സോ IDC is equal to IM by pi കിട്ടും. സോ DC ഔട്ട്പുട്ട് പവർ ഇസ് IDC സ്ക്വയർ ഇൻറ്റു RL. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് IDC സ്ക്വയർ RL. ദിസ് ഇസ് ഈക്വൽ ടു IM by pi ദ ഹോൾ സ്ക്വയർ ഇൻറ്റു RL. അപ്പോൾ ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. നമ്മൾ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ PDC ബൈ PAC എന്നുള്ളതിനാണ് ഇക്വേഷൻ 1 കൊടുത്തത്. സോ ദിസ് ഇസ് ഇക്വേഷൻ 2. ഇനി AC പവർ ഇൻപുട്ട് കൂടെ കണ്ടാൽ നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. AC പവർ ഇൻപുട്ട്, ടു ഫൈൻഡ് AC പവർ ഇൻപുട്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ് IRMS അല്ലേ? RMS വാല്യൂ കാണണം. RMS വാല്യൂ കാണുന്ന എന്താ? ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിന്റെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അതർവൈസ് നമ്മൾ സാധാരണ DCന്റെ ഐന്റെ ആവറേജ് കണ്ട് DC കാണുന്നത് പോലെ ചെയ്താൽ AC പവർ 0 ആയി പോകും. അപ്പോൾ AC പവർ കാണണമെങ്കിൽ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് റൂട്ട് എടുക്കുക. അതിനാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. സോ മീൻ സ്ക്വയർ കറണ്ട് IRMS is equal to IRMS കാണാൻ എന്ത് വേണം? IRMS is equal to integral 0 to t/2 I സ്ക്വയർ. ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റന്റേനിയസ് വാല്യൂന്റെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഡയോഡ് കൊടുത്തിരിക്കുന്നു.
ഇവിടെയാണ് നമ്മളെ ഇൻസ്റ്റന്റേനിയസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറണ്ട്. ഇതിൽ ഫോർവേഡ് ബയസ് മാത്രമേ ഉള്ളൂ. ഫോർവേഡ് ബയസിൽ മാത്രമേ ഉള്ളൂ എന്തുണ്ടാവും, ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുള്ളൂ. റിവേഴ്സ് ബയസിൽ കറണ്ട് പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 0 to T/2 ഉള്ള I² എടുത്താൽ മതി. ഡിവൈഡഡ് ബൈ എന്താണ് അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ആവറേജ് എടുക്കുക. ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to T dt, ദാറ്റ് ഇസ് T. സോ 1/T ഇന്റഗ്രൽ 0 to T/2 I² dt. Again I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Vm sin omega t ഡിവൈഡ് ബൈ RF plus RL is equal to Im sin omega t. ഇവിടെ അങ്ങനെ തന്നെ കൊടുത്തിട്ട് ചെയ്യാണ്. അപ്പോൾ I എന്ന് പറഞ്ഞാൽ Im sin omega t. So this is equal to 1/T integral 0 to T/2 Im² sin² omega t. ഇപ്പോൾ Im² പുറത്തെടുത്തു. Im²/T integral 0 to T/2 sin² omega t dt. sin² നമുക്ക് അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം 1 minus cos 2 omega t divided by 2 dt. 2 പുറത്തെടുക്കാം. Im²/2t into 1 minus cos 2 omega t dt. അപ്പോൾ രണ്ട് ഇന്റഗ്രൽ ഉണ്ട്. 1 dt ഇന്റഗ്രേറ്റ് ചെയ്യണം, എന്നിട്ട് cos 2 omega t dt ഇന്റഗ്രേറ്റ് ചെയ്യണം. Im²/2t 1 dt ഇന്റഗ്രേറ്റ് ചെയ്ത t മൈനസ് cos 2 omega t ഇന്റഗ്രേറ്റ് ചെയ്ത sin 2 omega t ഡിവൈഡ് ബൈ 2 omega. ലിമിറ്റ്സ് കൊടുക്കുക 0 to T/2 is equal to Im²/2π. നമ്മൾ നേരത്തെ അവിടെ എഴുതി വെച്ചത് സ്റ്റെപ്പ് എഴുതി വെച്ചത് this is equal to Im²/2t. അപ്പർ ലിമിറ്റ് ഇവിടെ തന്നെ കൊടുത്തു നോക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ T/2 വരും അല്ലേ. സോ this is equal to Im²/2t into അപ്പർ ലിമിറ്റ് കൊടുക്കുക T/2 മൈനസ് സൈൻ 2 ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ഇൻറ്റു സ്മോൾ ടിക്ക് T/2 ബൈ 2 ഒമേഗ. പിന്നെ ലോവർ ലിമിറ്റ് കൊടുത്താൽ ടിക്ക് കൊടുത്താൽ 0 സൈൻ 0 0. അപ്പോൾ ലോവർ ലിമിറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ വരും. അപ്പം ഈ ബ്രാക്കറ്റിനുള്ളിൽ എന്താ വരിക, T/2 മൈനസ് ഈ ടി ക്യാൻസൽ ചെയ്ത് പോകും, 2 ക്യാൻസൽ ചെയ്ത് പോകും, സൈൻ 2π എന്നാണ് വരിക അല്ലേ. ടി ക്യാൻസൽ ചെയ്യും, 2 ക്യാൻസൽ ചെയ്യും, സൈൻ 2π എന്ന് പറഞ്ഞാൽ എന്താ 0. അപ്പോൾ നെറ്റ് ഇഫക്റ്റ് ഇതിൽ എന്താ ചെയ്താൽ കിട്ടുക. സോ ദിസ് ഇസ് ഈക്വൽ ടു Im²/2t ഇൻറ്റു T/2. ദാറ്റ് ഇസ് ഈക്വൽ ടു Im² ഡിവൈഡഡ് ബൈ 2 ആണ് കിട്ടുക അല്ലേ. ടി ക്യാൻസൽ ചെയ്യും, സോറി Im² ഡിവൈഡഡ് ബൈ 4 കിട്ടും. ഓക്കെ, Im² ഡിവൈഡഡ് ബൈ 4 കിട്ടും. സോ അത് എന്താ പറയുക, മീൻ സ്ക്വയർ കറണ്ട് ആണ് കിട്ടുക. റൂട്ട് മീൻ സ്ക്വയർ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ റൂട്ട് എടുക്കണം. അതിനാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുക. സോ IRMS is equal to ഇതിൻ്റെ റൂട്ട് എടുത്താൽ Im/2. So AC power input is IRMS² into RF plus RL. So this is equal to IRMS² is Im²/4 into RF plus RL. Now therefore efficiency in the expression substitute here. Efficiency is equal to PDC, that is IDC² into RL. IDC എന്ന് പറഞ്ഞാൽ Im/π the whole square into RL divided by IRMS² into RL plus RF, that is Im²/4 into RF plus RL. So this is equal to Im² ഒക്കെ ക്യാൻസൽ ചെയ്ത് പോവും, 4 മുകളിലോട്ട് പോവും, 4RL ഡിവൈഡഡ് ബൈ π² ഇൻറ്റു RF പ്ലസ് RL അല്ലേ. അപ്പോൾ ഈ 4/π² ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.406 RL ഡിവൈഡ് ബൈ RL പ്ലസ് RF. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.406 ഡിവൈഡഡ് ബൈ ത്രൂ ഔട്ട് RL കൊണ്ട് ഡിവൈഡ് ചെയ്യുക. RF/RL പ്ലസ് 1 വരും, 1 പ്ലസ് RF/RL. ഞാൻ നേരത്തെ പറഞ്ഞു RF is usually very much less than RF, കാരണം ഇത് ഫോർവേഡ് റെസിസ്റ്റൻസ് ആണ്. ഒരു ഡയോഡിന്റെ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ ഇറ്റ് വിൽ ഹാവ് വെരി നെഗ്ലിജിബിൾ resistance. So RF is very small compared to RL. So if you neglect this, you will get efficiency is equal to 0.406. ഇനി ഇത് ഉണ്ടെങ്കിൽ തന്നെ ഇതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും, ഡിനോമിനേറ്ററിൽ ഒരു 1 പ്ലസ് സ്മോൾ വാല്യൂ വരും. അപ്പോൾ 0.406 കുറയുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ദ മാക്സിമം പോസിബിൾ എഫിഷ്യൻസി ഈസ് when RF is equal to 0 and that too is equal to 0.406 or 40.6%. സോ ഇത് തന്നെയാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതിന്റെ 50% എഫിഷ്യൻസി പോലും ഇല്ല.
maximum efficiency, possible efficiency is 40.6%. അതായത് കാരണം അതിലൊരു ഹാഫ് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും 50%-നേക്കാട്ടും കുറവായിരിക്കും എഫിഷ്യൻസി ഉണ്ടാവുക. മാക്സിമം പോസിബിൾ എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ഇസ് 40.6%. Hope it. Okay, now another important factor regarding the rectifier is the term ripple factor. അപ്പോൾ നമ്മൾ പറഞ്ഞു even though the rectifier convert alternating current to direct current, what we obtain in the output is not pure DC, it is a rippled DC. That is, it will contain AC component in addition to the DC component. This undesirable AC component present in the output of a rectifier is called ripple, and this is quantified by the term ripple factor. Ripple factor is defined as the ratio between the RMS value of AC component to the DC component in the output of the rectifier, and it is represented by the term by the letter gamma. അതായത് ഈ ഔട്ട്പുട്ടിലുള്ള റിപ്പിൾസിന് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നു. റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ആ ഔട്ട്പുട്ടിൽ നമുക്ക് പ്യുവർ ഡി സി കിട്ടേണ്ടടുത്ത് നമുക്കൊരു പൾസേറ്റിംഗ് ഡി സി ആണ് കിട്ടുന്നത്. അപ്പോൾ അതിലുള്ള എ സി കോമ്പണൻറ്റിൻ്റെ ratio between the AC component and DC component in the ഔട്ട്പുട്ടിനെയാണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ ഗാമ എന്ന് പറയുന്നത്. That is, gamma is equal to RMS value of AC component in the output divided by value of DC component in the output. That is, gamma is equal to IAC by IDC. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് the total power delivered to the load, that is IRMS square into RL. പവർ എന്ന് പറഞ്ഞാൽ I square R. അപ്പോൾ ടോട്ടൽ പവർ ഡെലിവേർഡ് ടു ദ ലോഡ്, ദറ്റ് ഇസ് IRMS സ്ക്വയർ ഇൻറ്റു RL എന്ന് പറയുന്നത്. ഏതൊക്കെയായിട്ട് ഈ ടോട്ടൽ പവർ കൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ടിൽ എ സിയും ഡി സിയും ഉണ്ടാവുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പവർ ഇസ് ഈക്വൽ ടു സം ഓഫ് ഡി സി പവർ പ്ലസ് എ സി പവർ, ദറ്റ് ഇസ് IRMS സ്ക്വയർ ഇൻറ്റു RL ഇസ് ഈക്വൽ ടു IDC സ്ക്വയർ ഇൻറ്റു RL പ്ലസ് IAC സ്ക്വയർ ഇൻറ്റു RL. അപ്പോൾ നമുക്ക് IAC ഇസ് ഈക്വൽ ടു എന്ത് വരും? IRMS സ്ക്വയർ മൈനസ് IDC സ്ക്വയർ. Therefore, gamma is equal to IAC by IDC, that is IRMS square minus IDC square by IDC is equal to the ratio എടുത്താൽ എന്ത് വരും? That is IRMS square minus IDC square by root of IDC square. അപ്പോൾ റൂട്ടിനുള്ളിലേക്ക് എടുത്താൽ IRMS square by IDC square minus 1 വരും. ഇനി നമുക്കറിയാം ഒരു ഹാഫ് വേ റെക്ടിഫയർ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. IRMS എന്ന് പറഞ്ഞാൽ IM/2 ആണ്, IDC എന്ന് പറഞ്ഞാൽ IM/π ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് IM/2 the whole square by IM/π the whole square minus 1 ൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഗാമ. ദിസ് ഇസ് ഈക്വൽ ടു π square by 4 minus 1, that is equal to 1.21. So the ripple factor of a half wave rectifier is equal to 1.21. It is greater than 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? The AC component will be greater than the DC component present in the output. സോ നമുക്ക് ഒരു റെക്ടിഫയർ, ഒരു ഗുഡ് റെക്ടിഫയർ എന്ന് പറയുക ഈ റിപ്പിൾ ഫാക്ടർ മിനിമം ആയിരിക്കുമ്പോഴാണ്. സോ ടു കൺസ്ട്രക്ട് എ ഗുഡ് റെക്ടിഫയർ വി വാണ്ട് ടു കീപ് ദ റിപ്പിൾ ഫാക്ടർ ആസ് ലോ ആസ് പോസിബിൾ. So this is why we use capacitors and inductors as filters to reduce the ripples in the circuit that we will be discussing later. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ റെക്ടിഫയർ. ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുകയാണെങ്കിൽ the maximum reverse voltage that a diode can withstand without destroying the junction. അതിനാണ് നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് PIV എന്ന് പറയുക. It is the maximum voltage that the diode can withstand during reverse bias condition. If the voltage applied is more than PIV, the diode will be destroyed. അതായത് റിവേഴ്സ് വോൾട്ടേജ് ആണെങ്കിലും എത്രയെങ്കിലും റിവേഴ്സ് വോൾട്ടേജിന് നമ്മൾ വളരെ ചെറിയ കറണ്ടേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലേ? ഒരു ഡയോഡിനെ റിവേഴ്സ് ബയസ് ചെയ്യുമ്പം മൈനോറിറ്റി കാരിയറിൻ്റെ പ്രസൻസ് കൊണ്ട് ദർ വിൽ ബി എ വെരി മൈന്യൂട്ട് കറണ്ട്, വെരി സ്മോൾ കറണ്ട്, മൈക്രോ ആംബിയർ റേഞ്ചിലുള്ള കറണ്ടേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു ഡയോഡിന് നമുക്ക് എത്രയെങ്കിലും റിവേഴ്സ് ബയസ് കൊടുക്കാൻ പറ്റില്ല. അതൊരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ മുകളിൽ പോയാൽ ആ വാല്യൂവിനാണ് നമ്മൾ പറയുക പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അതിന് മുകളിൽ പോയാൽ ദ ഡയോഡ് വിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ്. അപ്പം മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് എ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ഇറ്റ് സെൽഫ്, അതിനാണ് നമ്മൾ PIV എന്ന് പറയുന്നത്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡയോഡിന് നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഡയോഡ് ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും നമ്മൾ AC കൊടുക്കുമ്പോൾ ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും അതിന് അപ്ലൈഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ PIV റേറ്റിങ്ങിനെക്കാട്ടും കൂടുതലുള്ള ഇൻപുട്ട് നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ PIV റേറ്റിംഗ് എന്താണെന്നുള്ളത് നോക്കാം.
അപ്പോൾ ഡയോഡിന് ഫോർവേഡ് റെസിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലേ. ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ അതിൻ്റെ റെസിസ്റ്റൻസ് വിൽ ബി വെരി സ്മോൾ. അപ്പോൾ ദ വോൾട്ടേജ് അപ്പിയറിംഗ് അക്രോസ് ദ ഡയോഡ് ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ എ സി ഇസ് വെരി സ്മോൾ. ഇനി റിവേഴ്സ് ബയസിൽ എന്താ ഉണ്ടാവുക? ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ വി എം ആണ് അതിൻ്റെ മാക്സിമം വാല്യൂ അല്ലേ, എ സി വോൾട്ടേജ്. ഇപ്പോൾ ഫോർവേഡ് ബയസിലും റിവേഴ്സ് ബയസിലും ഒക്കെ അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് നമ്മുടെ എ സി. അപ്പോൾ ഈ വാല്യൂ ആണ്, ദിസ് ഇസ് ദ മാക്സിമം വാല്യൂ വി എം. ഇത് ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ, ഇത് റിവേഴ്സ് ബയസ് കണ്ടീഷൻ, രണ്ടിലും വി എം ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ കൊടുക്കുന്ന ഈ മാക്സിമം വി എമ്മും ഇതിന് അക്രോസ് ആയിട്ട് വരും, ഡയോഡിന് അക്രോസ് ആയിട്ട് വരും. കാരണം ആ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ദ റെസിസ്റ്റൻസ് അക്രോസ് ദ ഡയോഡ് ഇസ് വെരി ലാർജ്. കാരണം റിവേഴ്സ് ബയസ് ആണ്, അപ്പം അതിന് എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഒപ്പോസിഷൻ ഉള്ള സമയത്താണ്. അപ്പോൾ ആ വെരി ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും റിവേഴ്സ് ബയസിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ റെസിസ്റ്റൻസിന് അക്രോസ് ഈ വോൾട്ടേജ് മുഴുവനായിട്ട് വരും. നേരെ മറിച്ച് ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ ഫോർവേഡ് റെസിസ്റ്റൻസ് വളരെ കുറവായത് കാരണം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. So in the case of half wave rectifier, when no current flows through the circuit, the entire voltage Vm sin omega t appears across the diode. അതിൻ്റെ മാക്സിമം വാല്യൂ Vm is the peak inverse voltage. അപ്പോൾ ഈ മാക്സിമം വാല്യൂ എത്രയും വരും? വി എം ആയിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ ഈ വി എം എന്ന് പറയുന്നത് ഡയോഡിൻ്റെ റേറ്റിംഗ് ഉണ്ട്, ഒരു PIV റേറ്റിംഗ് ഉണ്ടാവും. ആ PIV റേറ്റിങ്ങിനെക്കാട്ടിലും കൂടുതൽ വി എം വരുന്ന വോൾട്ടേജ് ഇതിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി എം ആണ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം ഫുൾ വേവ് റെക്ടിഫയറിന് രണ്ട് തരത്തിലുള്ള ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഓരോ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ ദ വാല്യൂ ഓഫ് PIV ഈസ് വി എം. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദ മാക്സിമം പോസിബിൾ എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ഇസ് 40.6%. Then ripple factor, the ripple factor for a half wave rectifier is 1.21. It is a comparatively higher value. And then PIV rating അല്ല, PIV of a half wave rectifier is PM. Now let us discuss the advantages and disadvantages of a half wave rectifier. Advantage ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. ഇറ്റ്സ് എ വെരി സിമ്പിൾ സർക്യൂട്ട് കണ്ടെയ്നിങ് ഓൺലി one diode and resistive load in addition to the transformer, and simple circuit ആയത് കാരണം തന്നെ it will be very cheap. These are the advantages of half wave rectifier. Disadvantages എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു AC വേവിൻ്റെ ഫുൾ വേവിനെ, ഒരു ഹാഫ് ഓഫ് ദ വേവിനെ അത് ആസ് സച്ച് അത് ഡിസ്കാർഡ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. അപ്പോൾ ആൻഡ് സിൻസ് നെഗറ്റീവ് ഹാഫ് ഇസ് ടോട്ടലി വേസ്റ്റഡ്, ദർ ഇസ് പവർ ലോസ്, പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറവായിരിക്കും, പിന്നെ എന്താണ്, റിപ്പിൾ ഫാക്ടർ വളരെ കൂടുതലാണ്, 1.21 ആണ് റിപ്പിൾ ഫാക്ടർ. ഔട്ട്പുട്ടിൽ AC പൾസസ് കൂടുതലായിരിക്കും. ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ.